ഷോ അവസാനം വരെ ഒറ്റ വീട്ടിൽ പഠിച്ചു കുറേ കാലം കൂടിയാണ് ഇങ്ങനൊരു നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് കണ്ടിറക്കിയൊരു ഫീൽഡ് ഞാൻ അഭിനയിച്ചാണെങ്കിൽ ഫുള്ള് കാണുന്നതാണ്. അപ്പോൾ അതിനൊരു ഫീൽഡ് പണ്ടൊക്കെ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമയിലെ ഓരോ സീൻസ് നമ്മൾ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനത്തെ മൂവീസ് വളരെ റയറായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് അതിനകത്തെ കുറേ സീൻസ് എൻ്റെ മനസ്സിൽ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. അനീഷേനെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഹാബിൾ എപ്പോഴും പോയിട്ടില്ല. ഈ ആളെ അല്ല അവിടെ നേരത്തെ ആളാണ് അപ്പുമാഷുണ്ട് അവിടെ ഒരു രക്ഷയില്ല. അപ്പുമാഷ കാരണം ഭയങ്കര ചേഞ്ച് ഈ ആളും ആ ആളും തമ്മിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു മൂവിയിൽ നമ്മൾ കുറേ നല്ല മൂവി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതെനിക്ക് ഉണ്ട് ആ സിനിമ കണ്ട്. പലിശക്കാരനായിട്ടാണ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? രക്ഷയില്ല. ഹരീഷിനെ നമ്മൾ ആരും എത്തിക്കില്ല ഇങ്ങനെ ഒരു കഥാപാത്രമേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തൊട്ടേ ഹരീഷിനെ കാണും. ഇങ്ങനെ നമുക്കൊരു ദേഷ്യം തോന്നുന്ന കഥാപാത്രമാണ്. അവസാനം നേരത്തെ മാറുമ്പോഴെങ്കിൽ പോലും ഹരീഷ് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ചിരിപ്പിക്കാറാണ്, ഭയങ്കര ഗൗരവത്തിലാണ്. അച്ചടി കൊടുക്കുന്നത് ചില സമയത്ത് അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രതീക്ഷയില്ല. ഹരീഷിൻ്റെ ഇങ്ങനൊരു നമ്മൾ പ്രതീക്ഷയിൽ എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അടിച്ചു പഠിച്ച് രസമായിട്ടാണ് ഭാഷയെടുത്ത് ഇങ്ങനെയൊക്കെയാണോ? എല്ലാവരും വളരെ മനോഹരമായിട്ട് നിങ്ങളാണ് ചെറിയൊരു സിനിമയാണ്. എല്ലാവരും കേൾപ്പിക്കണം. അതുപോലെ എല്ലാവരും അല്ല ആ പോസ്റ്റിനിടയിലും ആളുകൾ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടാവും. പറയുന്നുണ്ട്. അപ്പം അതേപോലെ മോളെ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ കുറേ നെഗറ്റീവ് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദയവ് ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ വിഷയം ഉണ്ടായ സ്ഥിതിക്ക് അതൊരു സോഷ്യൽ മീഡിയയിൽ കൂടി എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയല്ലേ? അപ്പോൾ നിങ്ങളത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് സോൾവ് ആക്കി രണ്ടുപേരും കൂടെ ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് നമുക്ക് അതങ്ങ് വിഷയം തീരുന്നത്. അല്ല ഹരീഷിന്റെ കിട്ടാനുള്ള പൈസ കിട്ടിയോ? അല്ല ചേട്ടനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ ഒരു വിഷയത്തിൽ പിന്നെ സപ്പോർട്ട് ചെയ്തതുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പൈസേൻ്റെയും അല്ല, ആ ഒരു ചെറിയൊരു മാറ്റത്തെ പരിപാടി വന്നുകൊണ്ട് മാത്രമേ എനിക്ക് ഭയങ്കര വിഷമമായി പോയില്ല. വേറെ എല്ലാവരും അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുക ചെയ്യാൻ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചു. അത് ഈ മാസം റിലീസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയിലാണ്. ഓക്കെ. വേറെ ഏതെങ്കിലും ഷൂട്ട് തുടങ്ങാനുള്ള പ്രോജക്റ്റ് വേറെ മൊബൈലിൻ്റെ ഒരു പടമുണ്ട്. പിന്നെ വേറെ 2-3 കുറേ ഇതിന് ശേഷം 4-5 വർക്ക് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ തുടങ്ങും. കേട്ടോ, ഒരു കാര്യം ചോട്ടെ, ഈ ഒരു സംഭവം ഉണ്ടായ പിന്നെ മലയാള സിനിമയിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു? സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പേഴ്സണൽ ഒരു പരിപാടിയാണ്. പിന്നെ എല്ലാവരും അതിൽ പിന്നെ നമ്മളടുത്ത് വന്നൊരു മിസ്റ്റേക്കാണുള്ളത്. പിന്നെ കണ്ടു തരാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആയിരിക്കുന്നതൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായി. എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ട് തരും. ഞങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.